കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെയും ഭർത്താവിന്റെ മൊഴി രേഖപ്പെടുത്തണമെന്ന നിലപാടിൽ ഉറച്ചു മധ്യപ്രദേശ് പോലീസ്. പെൺകുട്ടിയെ ഉടൻ ഹാജരാക്കാൻ ഇവർക്ക് ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മധ്യപ്രദേശ് കേരള ഹൈക്കോടതികളെ സമീപിക്കാനാണ് പെൺകുട്ടിയുടെ നീക്കം. കുംഭമേള വൈറൽ താരവും ഭർത്താവും കൊച്ചിയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശ് പോലീസ് എത്തിയത്. പലയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതിന് പിന്നാലെയാണ് ഇവർക്ക് സഹായമൊരുക്കിയവർക്ക് മധ്യപ്രദേശ് പോലീസ് അന്ത്യശാസനം നൽകിയത്. മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഇരുവരെയും ഹാജരാക്കാനാണ് പോലീസ് നിർദ്ദേശം. എന്നാൽ പോലീസിന് മുൻപിൽ ഹാജരാകേണ്ടതില്ലെന്നാണ് പെൺകുട്ടിയുടെ തീരുമാനം. നിയമ നടപടികളുടെ ഭാഗമായി എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള മധ്യപ്രദേശ് ഹൈക്കോടതികളെ സമീപിക്കാനാണ് നീക്കം. ഇതോടൊപ്പം മജിസ്ട്രേറ്റിന് മുൻപിൽ പെൺകുട്ടി രഹസ്യമൊഴി നൽകാനും സാധ്യതയുണ്ട്. അതേസമയം പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞെന്ന് തെളിയിക്കുന്ന രേഖകൾ രാഹുൽ ഈശ്വർ പുറത്തുവിട്ടു. ആധാർ കാർഡ്, പാൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പുറത്തുവിട്ടത്. ഒരു സോക്കോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. കൃത്യമായ വാക്ക് പറഞ്ഞാൽ കേരള മേ ഘർ ബസാന ഹെ. എനിക്ക് എൻ്റെ കുടുംബം കേരളത്തിൽ നിൽക്കാനും ജീവിക്കാനുമാണ് ആഗ്രഹം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.